നമസ്കാരം. ചെന്നൈയിലാണ്, ചെന്നൈ എഗ്മോറിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഇന്നത്തെ പരിപാടി വെച്ചെങ്കിൽ ചെന്നൈയിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാനാണ്. അപ്പോൾ ഇപ്പോൾ ആദ്യം ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എനിക്ക് പോകാനുണ്ട്. അതെന്തിനാണൊക്കെ അവിടെ എത്തിയിട്ട് പറയാം. അവിടെ കുറച്ച് പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ചെന്നൈ സെൻട്രലിലേക്ക് പോകാം. നമുക്കിവിടെ നിന്ന് ചെന്നൈയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ കുറേ വഴികളൊക്കെ ഉണ്ട്. സബർബൻ ട്രെയിൻസ് ഉണ്ട്, മെട്രോ ട്രെയിൻസ് ഉണ്ട്. അതുപോലെ കുറേ ചിലവൊരുങ്ങിയ രീതിയിൽ നമുക്ക് ഇവിടുന്ന് ചെന്നൈ നഗരം മൊത്തം എങ്ങനെ വേണമെങ്കിലും കറങ്ങാം. അപ്പോൾ ഇപ്പോൾ ഞാൻ പോകുന്നത് മെട്രോയിൽ കയറി പോകാൻ പോകുന്നത്. അപ്പോൾ മെട്രോ വരുന്നത് ആ ഭാഗത്താണ് കേട്ടോ. ഇത് പ്ലാറ്റ്ഫോം 1, 2. ഇത് ഡെഡ് എൻഡ് റെയിൽവേ സ്റ്റേഷനല്ല, 1ഉം 2ഉം ഡെഡ് എൻഡാണ്. ബാക്കി മൊത്തം നോർമലാണ്. ഡെഡ് എൻഡ് അല്ല. ഇവിടുന്ന് ഇത് ജംഗ്ഷനല്ല. ഇവിടെ ഒരു ബോർഡൊക്കെ ഉണ്ട് കേട്ടോ, ചെന്നൈ മെട്രോ അങ്ങോട്ട് എന്നല്ല പറഞ്ഞിട്ട്. എക്സിറ്റ് ഈ ബൈക്കാണ്. പിന്നെ ഇവിടെ ഒരു വണ്ടിയുണ്ട്. അത് രാമേശ്വരത്ത് നിന്ന് അജ്മീറിലോട്ട് പോകുന്ന ഹംസഫറാണ്. നമുക്കിതുവഴി നടക്കാം. ഇതൊക്കെ മെട്രോ ഇറങ്ങി വരുന്ന ആൾക്കാരാണ് കേട്ടോ. സബർബൻ ട്രെയിൻസിൻ്റെ പ്ലാറ്റ്ഫോം അങ്ങോട്ടാണ്. നമുക്കെന്തായാലും മെട്രോൻ്റെ അങ്ങോട്ടേക്ക് തന്നെ പോവാം. പാവൈ ഞാനിങ്ങനെ വന്ന് ഇവിടത്തേക്ക് എത്തി. അവിടെ വേ ടു ചെന്നൈ മെട്രോ റെയിൽ സ്റ്റേഷൻ എന്നൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ചെന്നൈ മെട്രോയുടെ ഒരു റൂട്ട് മാപ്പും അതിൻ്റെ ഫെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ അതിൻ്റെ ഫെയറാണ്. 40, 30, 20, 10. അണ്ടർഗ്രൗണ്ട് മെട്രോ ആണ്. ടിക്കറ്റ് കൗണ്ടറൊക്കെ വരുന്നത് അവിടെയാണ്. മെട്രോൻ്റെ ഇവിടെ എത്തി. ഇവിടെ നല്ല കൂളിംഗ് കിട്ടും. ഇവിടെ ഈ AC ഇതൊക്കെ ഉണ്ട്. കൂളിംഗ് ഉണ്ടല്ല, തണുപ്പുണ്ട്. ടിക്കറ്റ് കൗണ്ടർ ആ ഒരു ഭാഗത്താണ്. നമുക്ക് പോയി ടിക്കറ്റ് എടുക്കാതെ ടിക്കറ്റൊക്കെ എടുത്തു. 10 രൂപയുടെ ടിക്കറ്റ്. ഈ ഒരു സംഭവമാണ്. ചെന്നൈയിലേക്കുള്ള വണ്ടികളൊക്കെ പോലെ പ്ലാറ്റ്ഫോം 2 ഇവിടെ വലിയൊരു ഡിസ്പ്ലേ ബോർഡ് ഉണ്ട്. അടുത്ത ട്രെയിന് 3 മിനിറ്റിനുള്ളിൽ എത്തുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. ഇതാണ് മെട്രോ സ്റ്റേഷൻ. മെട്രോ വന്ന് നിൽക്കുക ഇവിടെയാണ്. നമുക്ക് വേണ്ട മെട്രോ വന്നിരിക്കാം. മെട്രോന്ന് അവിടെ നിന്ന് വന്നിറങ്ങി നേരെ കയറിയപ്പോൾ തന്നെ ഇതാ ഫ്രണ്ടിൽ MGR ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. ഇതാണ് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. പുരത്തി തലൈവർ ഡോക്ടർ MG രാമചന്ദ്രൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. അവിടെ വലിയൊരു ഇന്ത്യൻ്റെ ഫ്ലാഗൊക്കെ ഉണ്ട്. പിന്നെ ഇത് സബ്വേ ആണ്. അതായത് റോഡ് മുറിച്ച് കിടക്കാൻ ഇത് എളുപ്പമാണ്. കാരണം റോഡിലെ വരേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ അടിയിലൂടെ വന്നാൽ നമുക്ക് ഡയറക്റ്റ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താം. ഇവിടെ നല്ല ക്രൗഡഡാണ് കേട്ടോ ചെന്നൈ. നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തോട്ട് കയറാം. ഇത് വഴി കയറാം. ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. ഇത് ഡെഡ് എൻഡ് റെയിൽവേ സ്റ്റേഷനാണ്. എന്ത് വലുപ്പമാണെന്ന് നോക്കിയാൽ ഇവിടെ ഒരു വണ്ടിയൊക്കെ ഉണ്ട്. ഇവിടെ വലിയൊരു ഡിസ്പ്ലേ ബോർഡൊക്കെ ഉണ്ട്. ഞാനിവിടെ ഈ സ്റ്റേഷനിലേക്ക് വരാനുള്ള കാരണം എൻ്റെ ബാഗ് ഈ ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ബാഗ് ഇട്ടിട്ട് തന്നെ പോകാമെന്ന് വെച്ചെങ്കിൽ അത് റിസ്ക് എന്നല്ല, പണിയാണ്. നമുക്ക് ക്ഷീണമാവും. അതുകൊണ്ട് ഞാൻ ബാഗ് ക്ലോക്ക് റൂമിൽ വെക്കാമെന്ന് വിചാരിച്ചു. അവിടെ എഗ്മോറിൽ എനിക്ക് വെക്കാൻ പറ്റില്ല. കാരണം എൻ്റെ അടുത്ത ഞാൻ പോകുന്നത് ഈ സെൻട്രൽ സ്റ്റേഷനാണ്. അപ്പോൾ അടുത്ത ടിക്കറ്റുള്ള സ്ഥലത്ത് നിന്ന് നമുക്ക് ക്ലോക്ക് റൂമിൽ ബാഗ് വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ബാഗ് ക്ലോക്ക് റൂമിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഒന്നാമത് നിങ്ങൾ ബാഗ് പൂട്ടിയിരിക്കണം, ഒരു ലോക്ക് ഇട്ടിട്ട് പൂട്ടിയിരിക്കണം. രണ്ടാമത് RPFൻ്റെ ഒരു സ്കാനിങ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ബാഗ് ക്ലോക്ക് റൂമിൽ വെക്കാൻ പറ്റുള്ളൂ.
അപ്പോൾ ഞാൻ ഇവിടെ ക്ലോക്ക് റൂമിൽ ബാഗ് വെച്ച് ഇനിയിപ്പോൾ എവിടെ പോകണമെന്നും തീരുമാനിച്ചിട്ടില്ല. ഇപ്പം ഇനി തീരുമാനിക്കണേ ഉള്ളൂ. ഇവിടെ നമ്മളെ നാട്ടിലോട്ട് പോകുന്ന വെസ്റ്റ് കോസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്. ചെന്നൈയിൽ നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന വണ്ടിയാണിത്. ഇതന്നെയാണ് മെയിലായിട്ട് റേക്ക് ഷെയറിങ് നടത്തുന്ന വണ്ടി. ഇനി വെസ്റ്റ് കോസ്റ്റിൻ്റെ അകത്ത് കയറിയിട്ട് അപ്പുറത്തെ ഒരു കാഴ്ച കാണിച്ചു തരാം. ഞാൻ ഒരു സാധനം കാണിച്ചു തരുന്നത് ഈ ഒരു സംഭവമാണ്. ഇതാണ് ചെന്നൈ മറീന അറീന ഫുട്ബോൾ സ്റ്റേഡിയം. ഇത് ISL ചെന്നൈ FC കളിക്കുന്ന സ്റ്റേഡിയം. അതായത് ബ്ലാസ്റ്റേഴ്സൊക്കെ അവേ മത്സരം കളിക്കാൻ വരുന്നൊരു സ്റ്റേഡിയം. അത് റെയിൽവേ സ്റ്റേഷനിൽ ഈ കാണുന്ന റെയിൽവേ സ്റ്റേഷന് ഈ റെയിൽവേ സ്റ്റേഷന് ഇത്ര അടുത്താണത്. ഇപ്പോൾ ചെന്നൈയിലൊക്കെ കളി കാണാൻ വരുന്നവർക്ക്, ചെന്നൈയിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെയൊക്കെ അവേ മത്സരം കാണാൻ വരുന്നവർക്കൊക്കെ നല്ലതാണ്. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി വേറെ മെട്രോ കാര്യങ്ങളൊന്നും ആക്കണ്ട. വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ചെന്നൈ മറീന അറീന ഫുട്ബോൾ സ്റ്റേഡിയത്തിലേക്ക്. ആ കാണുന്നത് ഇത് സബർമൻ ടെർമിനലാണ് കേട്ടോ. ആ കാണുന്നത് ചെന്നൈയിൽ മൊത്തം 16 പ്ലാറ്റ്ഫോമുകളുണ്ട്. പക്ഷേ 11 പ്ലാറ്റ്ഫോം മാത്രമേ ലോങ് ഡിസ്റ്റൻസ് ട്രെയിനുകൾ പുറപ്പെടുള്ളൂ. ബാക്കി പ്ലാറ്റ്ഫോമുകളെല്ലാം സബർമൻ ട്രെയിൻസിനുള്ള പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ ഇവിടുന്ന് ഞാൻ ഇഡലി വട വാങ്ങിച്ചിരിക്കുകയാണ്. നല്ല തമിഴ്നാട് ടൈപ്പ് തന്നെയാണ്. ചട്നിയും ഒക്കെ ഉള്ള സാമ്പാറും. 40 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ഞാൻ അങ്ങനെ സബർമൻ ട്രെയിൻ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇനി ഇവിടെ നിന്ന് തീരുമാനിച്ചു നമുക്ക് ICF കോച്ച് ഫാക്ടറിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടെ നമ്മുടെ പുതിയ വന്ദേ ഭാരതൊക്കെ അവിടെ ഉണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി കാണാൻ പറ്റുവാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം. ഇപ്പോൾ ഞാൻ സബർമൻ സ്റ്റേഷനിലെടുത്ത് വിളിവാക്കം എന്ന് പറഞ്ഞൊരു റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാൻ ടിക്കറ്റ് എടുത്ത് 5 രൂപ മാത്രമേ ആയിട്ടുള്ളൂ ടിക്കറ്റ് ഫെയർ. സബർമനിൽ പ്രൈസ് വളരെ കുറവാണ്. അങ്ങനെ ഇവിടെ ഒരു സബർമൻ ട്രെയിൻ വന്ന് നിന്നിട്ടുണ്ട്. നമുക്ക് കൊണ്ട വണ്ടിയാണ്. 11:30 ആകുമ്പോൾ ഇതെടുക്കുക വരുന്നത്. സമയം 11:25. നമുക്ക് എവിടെയെങ്കിലും കയറാം. കൊച്ചിലോട്ട് കയറാം. ഇതെങ്ങനെ ഇരിക്കാം. അപ്പോൾ ഇതാണ് സബർമൻ ട്രെയിനിൻ്റെ ഇൻറ്റീരിയർ. അത് ഇങ്ങനെയാണ് വരുന്നത്. സീറ്റിംഗ് കപ്പാസിറ്റി സീറ്റിങ്ങിൻ്റെ ഒരു ലേ ഔട്ടൊക്കെ ഇങ്ങനെയാണ്. 3:3 ആണ്. ഇതാ ഇൻറ്റീരിയർ. ഇതിലിപ്പോൾ തിരക്കൊന്നുമില്ല. പക്ഷെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല തിരക്കാകും ട്രെയിന്. പിന്നെ ഈ സബർമൻ ബേസിൻ ബ്രിഡ്ജ്. ഇവിടുന്ന് ഡിപ്പാർട്ട് ചെയ്തു ട്രെയിൻ. ഈ ഒരു വിൻഡോ ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മളിവിടെ ഇറക്കിയ സബർമൻ ട്രെയിൻ ഇവിടെ നിന്ന് പോയി. എടുത്തപ്പോൾ തൊട്ടേ ഈ സബർമൻ ട്രെയിനിൻ്റെ സ്പീഡ് നോക്കിയാൽ ഇതിൽ ചാടിക്കയറാനും ചാടി ഇറങ്ങാനൊന്നും പറ്റത്തില്ല. ഇത് മുമ്പേ കയറിട്ട് പോയിരിക്കാം. ഇത് വന്ദേ ഭാരത് പോലെ തന്നെ പെട്ടെന്ന് സ്പീഡ് കുറക്കാനും കഴിവുള്ളൊരു കാറ്റഗറിയിൽപ്പെട്ട ട്രെയിനാണ്. ഇത് ട്രെയിൻ സെറ്റാണ്. അതുകൊണ്ടാണ് നിൽക്കുന്നത്. റെയിൽവേ സ്റ്റേഷനൊക്കെ ഇറങ്ങിയപ്പോൾ നടക്കുകയാണ്. ഇതുപോലുള്ള ഗ്രാമത്തിലൂടെയാണ് നടന്നിട്ട് പോകേണ്ടത്. ചെന്നൈ റെയിൽ മ്യൂസിയം ഒക്കെ കാണാൻ വരുന്നവർക്കും വിളിവക്കം ഇറങ്ങിയാൽ മതി. ഇതാണ് ചെന്നൈ പട്ടണം. ഇവിടെ ഫ്രൂട്ട്സിൻ്റെ കടകളൊക്കെ ഉണ്ട്. ഇവിടെ ഫ്രൂട്ട്സ്
അപ്പോൾ അവിടെ നിന്നൊക്കെ കുറച്ച് മാറി ഇപ്പോൾ ഇതുപോലുള്ള ഒരു സ്ഥലത്തെ കൂടിയാണ് ഇപ്പോൾ നടക്കുന്നുള്ളത്. ഫ്രണ്ട് സൈഡ് ഫുള്ളും കെട്ടിടങ്ങളാണ്. ഈ തമിഴ്നാട് സ്റ്റൈല് കെട്ടിടങ്ങൾ എങ്ങനെയാണ്, റൂഫ് ഉണ്ടാവില്ല മീത്ത ഇതേപോലെ. ഏതോ ഒരു വില്ലയാണെന്ന് തോന്നുന്നത്. ഞാനിപ്പോൾ ഇതുവഴിയാണ് നടന്നു വന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു മെയിൻ ടൗണിലേക്ക് എത്തി. പിന്നെ ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട് നമ്മളെ ഫാക്ടറിയിലേക്ക്, റെയിൽ ഫാക്ടറിയിലേക്ക്, കോച്ച് ഫാക്ടറിയിലേക്ക്. ചെന്നൈ റെയിൽ മ്യൂസിയം ഫൈനലി ഇവിടത്തേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഇന്ന് ഇതാണ് ക്ലോസ് ആണ്. 2 സ്റ്റീം ലോക്കോമോട്ടീവ്സ് ഉണ്ട്. പഴയ കാലത്ത് ഉപയോഗിച്ച ലോക്കോമോട്ടീവാണ്. ഇതിന് ക്ലോസ്ഡ് ആണ്. മൺഡേ ലൈറ്റ് ഹൗസും മ്യൂസിയം ഒക്കെ മൺഡേ ക്ലോസ്ഡ് ആണ്. നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റുമെന്ന് നോക്കാം കുറച്ചെങ്കിലും. ഇവിടെ പഴയ അന്ത്യോദയൻ്റെ ഒരു കോച്ച് ഉണ്ട്, ലിവറി. ഇന്ന് അകത്ത് കയറി കാണാനൊന്നും പറ്റില്ല, ഇന്ന് ക്ലോസ്ഡ് ആണ്. എല്ലാ തിങ്കളാഴ്ചയും മ്യൂസിയം ക്ലോസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് തന്നെ കണ്ടിട്ട് പോയി. ഇതാണ് ഇതിൻ്റെ മ്യൂസിയത്തിലേക്കുള്ള എൻട്രൻസ് വരുന്നത് ഇവിടെയാണ്. ഇതെവിടെയും കാണാം മൺഡേ ഹോളിഡേ. ലൈറ്റ് ഹൗസും മൺഡേ ഉണ്ടാവില്ല, മ്യൂസിയവും മൺഡേ ഉണ്ടാവില്ല. അപ്പോൾ ചെന്നൈയിൽ ലൈറ്റ് ഹൗസും മ്യൂസിയം കാണാൻ വരുന്നവർ ശ്രദ്ധിക്കുക, മൺഡേ ക്ലോസ്ഡ് ആണ്. ഇത് പഴയ കാലത്തെ ഒരു ICF തന്നെയാണ്. അതെ, ICF ഉണ്ടാക്കി വെച്ചൊരു മെമോ ആണെന്ന് തോന്നുന്നു പഴയ കാലത്തെ. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് സ്ഥലം വിടാം. നമുക്ക് കോച്ച് ഫാക്ടറിൻ്റെ അവിടത്തേക്ക് പോകാം. അവിടെ നോക്കാം, അങ്ങനെ കാര്യങ്ങൾ നോക്കാം. അവിടെ കയറാൻ പറ്റുമോ എന്നറിയാം. നമ്മുടെ വന്ദേ ഭാരതൊക്കെ അവിടെ ഉണ്ടോയെന്നറിയില്ല. നമ്മളെ കേരളത്തിന് 2ാമത്തെ വന്ദേ ഭാരത് അങ്ങനെ ഇവരിട്ട് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം, കോട്ടയം, തിരുവനന്തപുരം, എറണാകുളം, തിരുവനന്തപുരം, കൊച്ചുവേളി റൂട്ട് ഫിക്സ് ആയിട്ടില്ല. അതുതന്നെയാണ് ഇപ്പോൾ ഇതുള്ളത്. ന്യൂസിൽ അതേ ഉള്ളൂ, റൂട്ട് ഫിക്സ് ആയില്ല. പക്ഷേ നമ്മളെ റേക്ക് ചെന്നൈയിലുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ചെന്നൈ കോച്ച് ഫാക്ടറിയിലേക്ക് പോയി നോക്കാം, അവിടെ കയറാൻ പറ്റുമോ, അവിടെ നമ്മൾ റേക്ക് ഉണ്ടോ, അത് കാണാൻ പറ്റുമോ എന്നറിയില്ല. നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോയിരുന്ന് നോക്കിയിട്ട് വരാം. ഞാനിപ്പോൾ ചെന്നൈ കോച്ച് ഫാക്ടറിൻ്റെ മുമ്പിലാണുള്ളത്. ഇപ്പോൾ ഇവിടെ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അകത്തോട്ട് പോകാനുള്ള പെർമിഷൻ ആർക്കും കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു. ഇവിടെ 2 മലയാളി ചേട്ടന്മാരുണ്ടായിരുന്നു, അവരോട് ചോദിച്ച് അവർ പറഞ്ഞു പെർമിഷൻ ഇവിടെ ആർക്കും കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ നിന്ന് പോലായി തിരിച്ച് ചെന്നൈ സെൻട്രൽ സ്റ്റേഷനിലേക്ക് തന്നെ സബർബൻ കയറിയിട്ട് ചെന്നൈയിലേക്ക് പോലായി. ഇവിടുത്തെ കഥകളൊന്നും നമുക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെയൊക്കെയാണെന്ന്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ കോച്ച് ഫാക്ടറി കാണാൻ വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വരണ്ട, അത്ര തന്നെ പറയാനുള്ളത്. അകത്തോട്ട് കയറ്റില്ല. അകത്തോട്ട് കയറ്റണമെങ്കിൽ തന്നെ എന്തെങ്കിലും പർപ്പസ് വേണമെന്നാണ് പറഞ്ഞത്. മെക്കാനിക്ക് അങ്ങനെ ആരെങ്കിലും അകത്തോട്ട് കയറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ ഈ മ്യൂസിയം കണ്ടിട്ട് പോവുക. പിന്നെ കോച്ച് ഫാക്ടറി കാണാനുള്ള മോഹത്തിൽ ആരും വരണ്ട, അകത്തോട്ട് കയറാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ തിരിച്ച് സബർബൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഈ നേരത്തെ ഇറങ്ങിയിട്ട് വില്ലിവാക്കം റെയിൽവേ സ്റ്റേഷൻ അവിടെ തന്നെയല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ ഉച്ചത്തേക്കുള്ള ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. ഈ ഒരു ടൈപ്പ് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ, തമിഴ്നാട് സ്റ്റൈലാണ്. 110 രൂപ. കഴിച്ച് നോക്കിയിട്ട് അങ്ങനെയുണ്ട് പറയാം. ചെന്നൈ കോയമ്പത്തൂർ വന്ദേ ഭാരതാണ് ഈ പോകുന്നത്. എൻ്റെ പൊന്നോ, അതിൻ്റെ സ്പീഡ് നോക്കിയാൽ എന്താ സ്പീഡ്, 130 ആയിരിക്കും. ഇത് 130 എടുക്കാൻ പറ്റിയ സ്ട്രക്ചറാണ്. ഇപ്പോൾ ഒരു ലോക്കൽ ട്രെയിനിൽ കയറി ഇവിടെ വന്ന് ഇറങ്ങി. ഇനി അപ്പോൾ ഇന്ന് അവിടെ ഒന്നും പോകാൻ പറ്റിയില്ല. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.